ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ തറവാട്ടിലെ നോമ്പുതുറയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ രാവിലെ തന്നെ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഹാദിക്ക് പഠിക്കാനുള്ള കുറച്ച് വർക്ക്ഷീറ്റൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഹാദി ഇരുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഓരോ സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനുള്ള ഓരോ പണികളാട്ടോ. ഓരോരുത്തർ പെട്ടെന്ന് ഓരോ ജോലികൾ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച നേരത്തിനേക്കാട്ടിലും പെട്ടെന്ന് സ്നാക്സും ഒക്കെ റെഡിയായി. പിന്നെ ഇതിനിടയ്ക്ക് ഹാദീനെയും ഈസൂനെയും ഇടയ്ക്ക് പോയി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർക്കിതാ ഇത് ആദ്യമായിട്ട് കാണായതുകൊണ്ട് തന്നെ അവർ കുറേ നേരം ഇതും കളിച്ചുകൊണ്ടിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓരോ ഷേപ്പുകൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കളിക്കുന്നതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഇഫ്താറിൻ്റെ ഡെക്കറേഷൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പന്തലൊന്നും ഇല്ല. ഇതുപോലെ ലൈറ്റിംഗ് സെറ്റപ്പും ആയിട്ട് ചെറിയൊരു ഡെക്കറേഷൻ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഓരോരുത്തരും പിന്നെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയതുകൊണ്ട് ഫ്രൂട്ട്സ് കട്ടിങ്ങിലും ജ്യൂസ് ഉണ്ടാക്കുന്ന ഓരോ തിരക്കിലാണ്. അതിനിടയ്ക്ക് വല്യമ്മാൻ്റെ അടുത്തൊന്നും പോയി. വല്യമ്മ ഒരു ഉറങ്ങായിരുന്നു കേട്ടോ. എണീറ്റിരിക്കുകയായിരുന്നെങ്കിൽ വല്യമ്മ ഓരോ പാട്ടൊക്കെ പാടിത്തരും, ഓരോ കഥകൾ പറയും, എന്തെങ്കിലുമൊക്കെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വല്യമ്മ ഉറങ്ങാണോ ഉണർന്നിരിക്കുകയാണോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയി വിളിച്ചു നോക്കി. അപ്പോൾ ഉറങ്ങാണ്. പിന്നെ അതാ നമ്മളെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനുള്ള ഫുഡൊക്കെ സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളിലാണ്. കുട്ടികളും വലിയവരും ഒക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് അതിന് ശേഷമാണല്ലോ മെയിൻ ഫുഡ് കഴിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റീൽസൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം കുട്ടികളെ ഇങ്ങനെ ഇരുത്തിയിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ കുട്ടികളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ ഇഫ്താറിന് ക്ഷണിച്ചിട്ടുള്ള അമ്മായിമാരും എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അമ്മായിമാർ കൊണ്ടുവന്ന പലഹാരങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയ പലഹാരങ്ങളും ഒക്കെ പുറത്തേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും അകത്തുനിന്നുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് ടേബിളിൽ നിരത്തിയിട്ട് അവിടെ വിരിച്ചിരിക്കുന്ന ആ ഭാഗത്ത് ഓരോ പ്ലേറ്റായിട്ട് റെഡിയാക്കാൻ വേണ്ടിയാട്ടോ. ഈ പോള എന്ന് പറഞ്ഞ ഐറ്റംസ് തന്നെ 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്യാരറ്റ് പോള, കായ്പോള, പിന്നെ സാദാ പോള, കല്ലുമ്മക്കായ, പിന്നെ പേരറിയാത്ത 2-3 ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ചോദിച്ച് പേരൊക്കെ മനസ്സിലാക്കി വെച്ചതായിരുന്നു, പിന്നെ മറന്നുപോയി. ഇത് പഴനിറവാണ്. പഴനിറവിൽ ഈ തേങ്ങേൻ്റെ ഒരു മിക്സ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പീസാക്കിയിട്ട് വറുത്ത് കോരി എടുത്തതാട്ടോ. എന്നിട്ടാണ് അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മുറിച്ചിട്ട് അതിലേക്ക് ഈ ഇവിടെ പണ്ടം എന്നാണ് പറയുക അതിന്. ഇങ്ങനെ നിറയ്ക്കുന്നതിനൊക്കെ എനിക്ക് തോന്നി മസാല ആക്കി വെച്ചേക്കുന്നതിനൊക്കെ പണ്ടം എന്നാണ് പറയുക. അപ്പം അത് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്യാരറ്റ് പോള ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഓരോ പ്ലേറ്റിലും വെക്കുന്നത്. അപ്പോൾ ഓരോ പ്ലേറ്റിലുമുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെയും കൈ കൊണ്ടേ നോക്കിയാ ഞാൻ ഉറപ്പായിട്ട് കൈക്ക് തട്ടുവേ. ആ ഇനി നമ്മൾ പ്ലേറ്റിലേക്ക് സെറ്റാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ നോമ്പ് തുറക്കാനുള്ള ഭാഗത്ത് അറേഞ്ച് ചെയ്യാണ്. നമ്മൾ നോമ്പ് തുറക്കായിട്ട് മുന്തിരി ജ്യൂസാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും ഇവരിവിടെ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പ്ലേറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഒരു ഐറ്റം കൂടി കൊണ്ടുവന്നു, ബ്രെഡ് സാൻഡ്വിച്ച്. അപ്പോൾ ഇനി ഇത് ആ പ്ലേറ്റുകളിലേക്കൊക്കെ ഓരോന്നിലേക്കും വെച്ച് കൊടുക്കണം. നോമ്പ് തുറക്കാൻ ഏകദേശം ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുട്ടികളോടും എല്ലാവരോടും ഒന്ന് സീറ്റിലിരിക്കാൻ പറഞ്ഞു. ഇനിയും സീറ്റ് അറേഞ്ച് ചെയ്യണോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കാനുള്ള ടൈമിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടിയുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഈ നോമ്പുതുറ എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരു മറക്കാനാവാത്തൊരു നോമ്പുതുറയായിട്ട് മാറിയിട്ടുണ്ട്. അത്രയ്ക്കും നല്ല രസമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി നല്ല രസമാക്കിയിട്ടുണ്ട് ഈ നോമ്പുതുറ.
അപ്പം ഇനിയും ഇതുപോലൊരു ഒത്തുകൂടൽ ഉണ്ടാവട്ടെ. പക്ഷേ ഇനി നാളേക്കും ഒരു ഓർമ്മയ്ക്കായിട്ട് എല്ലാവരും നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നോമ്പുതുറ കഴിഞ്ഞതിൻ്റെ ശേഷം. അപ്പോൾ നോമ്പുതുറ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇറച്ചിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഇനി കുട്ടികളുടെ വകയായിട്ടുള്ളൊരു ചെറിയ ട്രീറ്റാണ്. ചെത്തിയെടുത്താണ് ഈ പൈനാപ്പിള്. ഇത്ര ഇവിടെ കുറച്ചും കൂടി തടിയുള്ളതാണ്. ആ ഭാഗം മൊത്തം